ഓണം എത്താറാവുകയാണ്. അപ്പോൾ ഓണസദ്യയിൽ കൈ പൊള്ളുമോ എന്നതാണ് ചോദ്യം. എന്തൊരു കാര്യം ഉണ്ടാക്കാനാണെങ്കിലും വെളിച്ചെണ്ണ വേണം. ഒരു രസം പോലും ഉണ്ടാക്കുവാണെങ്കിൽ അതിന് കടുവറക്കാൻ വെളിച്ചെണ്ണ വേണം. പൊള്ളുകയാണ് വെളിച്ചെണ്ണ വില. കുതിച്ചുയരുന്നു. ചില്ലറ വിൽപ്പനയിൽ 1 ലിറ്ററിന് 450 രൂപയും മൊത്ത വിൽപ്പനയിൽ 400 രൂപയുമാണ്. ഓണമാകുമ്പോഴേക്കും വില ഇനിയും കൂടാനാണ് സാധ്യത. ലിറ്ററിന് 500 രൂപ വരെ ഉയരാൻ സാധ്യതയെന്ന് വ്യാപാരികൾ പറയുന്നു. കൊപ്രാക്ഷാമം രൂക്ഷമാണെന്നും വ്യാപാരികൾ പറയുന്നു. പെട്രോളിൻ്റെ ഒക്കെ 4 ഇരട്ടി വിലയിലേക്കാണ് വെളിച്ചെണ്ണ പോയിരിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് 450 ആയിരിക്കുകയാണ് റീറ്റെയിൽ പ്രൈസ്. നമുക്ക് എന്താണ് വെളിച്ചെണ്ണ വില കൂടാനുള്ള കാരണം നോക്കാം. ഇവിടെ ഈ തരത്തിൽ കൊപ്രകളുടെ ലഭ്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ളതാണ്. പലതരം കൊപ്രകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വെളിച്ചെണ്ണ ഉൽപ്പാദനമുണ്ട്. ഇതിലേറ്റവും പ്രീമിയം ക്വാളിറ്റിയുള്ള ഇത്തരത്തിലുള്ള കൊപ്രകൾ ഉപയോഗിച്ചായിരിക്കും സാധാരണഗതിയിൽ 450 രൂപയൊക്കെയുള്ള വെളിച്ചെണ്ണ ഉണ്ടാക്കുക. നമുക്കറിയാം 300 രൂപയ്ക്ക് വെളിച്ചെണ്ണ കിട്ടാറുണ്ട്. അത് പ്രീമിയം ക്വാളിറ്റി ഉള്ള കൊപ്രകളായിരിക്കില്ല. ഇപ്പോൾ റീറ്റെയിൽ പ്രൈസ് എത്ര വരുന്നത്? ഇപ്പോൾ റീറ്റെയിൽ നമ്മൾ കൊടുക്കുന്നത് 400 ആണ് കൊടുക്കുന്നത്. ഹോൾസെയിൽ പ്രൈസ് റീറ്റെയിൽ ഒരു 420 അതൊക്കെ വരും. വളരെ കൂടുതലാണ്. ഇപ്പോൾ കൂടിയിട്ട് ഇപ്പോൾ എത്രയായി? കൂടിയിട്ട് ഇപ്പോൾ ഒരു 6 മന്ത് ആയിട്ട് ഇപ്പോൾ വേരിയേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞിട്ടില്ല ഇതുവരെ. ഇങ്ങനെ കൂടാനുള്ളൊരു കാരണം എന്താണ് യഥാർത്ഥത്തിൽ? കാരണം കയറ്റുമതി വളരെയധികം കൂടിയിട്ടുണ്ട് നാളികേരത്തിൻ്റെ. അപ്പോൾ അത് കൂടുന്തോറും നമുക്കിവിടെ ഉൽപ്പാദനത്തിന് സാധനം കിട്ടുന്നില്ല. അപ്പോൾ അതാണ് നാളികേരത്തിൻ്റെ വില 80 രൂപ കഴിഞ്ഞു കിലോന്. അപ്പോൾ കൊപ്രയ്ക്ക് വില കൂടില്ല അതിനനുസരിച്ച്? കൊപ്രയ്ക്കും അതിനനുസരിച്ചിട്ട് ആനുപാതികമായിട്ട് കൂടുന്നുണ്ട്. പക്ഷെ നാളികേരം ഇപ്പോൾ 80 രൂപ കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഇതനുസരിച്ച് ഓണത്തിനൊക്കെ ഒരു 500-ന് മുകളിൽ എന്തായാലും വെളിച്ചെണ്ണേൻ്റെ വില പോകുന്നതാണ് നമുക്ക് തോന്നുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോകും. കൊപ്ര എവിടെ നിന്നാണ് കിട്ടുന്നത്? കൊപ്ര ഇപ്പോൾ നമ്മൾ മാക്സിമം കർഷകരിൽ നിന്നിട്ട് തന്നെ ഇവിടുന്ന് നാളികേരം മാക്സിമം കിട്ടുന്ന നാളികേരം എടുത്തിട്ട് നമ്മൾ തന്നെ വെട്ടി ഉണക്കിയിട്ടാണ് ഇവിടെ നമ്മൾ പ്രോസസ്സ് ചെയ്യണത്. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുമോ കൊപ്ര? ഇല്ല, തമിഴ്നാട് കൊപ്ര എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഈ മില്ലിൽ നമ്മൾ സൾഫർ അങ്ങനത്തെ കെമിക്കൽ ആയിട്ടുള്ള ഒന്നും യൂസ് ചെയ്യണില്ല. നമ്മൾ ശുദ്ധമായിട്ടുള്ള എണ്ണ തന്നെയാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മായം കലർന്ന പല എണ്ണകളും ഇപ്പോൾ മില്ലിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തന്നെയാണ്. അതാണ് മാർക്കറ്റിൽ ഇപ്പോൾ 450 രൂപയ്ക്ക് അല്ലെങ്കിൽ 400 രൂപയ്ക്ക് കിട്ടുന്ന വെളിച്ചെണ്ണ ഉണ്ട്, 300 രൂപയ്ക്ക് ലിറ്ററിന് കിട്ടുന്ന വെളിച്ചെണ്ണ ഉണ്ട്. എന്താണ് ഇതിൻ്റെ വ്യത്യാസം? അതിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ലേബ് ടെസ്റ്റ് അതിനുള്ള ഒരു സൗകര്യം ഇപ്പോൾ ഇവിടെ ഇല്ല. നമ്മൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്കൊരു 8000 റുപ്പീസോളം ചിലവാണ് ഒരു ബാച്ച് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ നമുക്കിവിടെ ഓൺ ലാബ് ഉള്ളതിനെ കൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിക്വയർമെൻറ്റ് എടുത്തിട്ടാണ് നമ്മളൊരു പ്രൊഡക്ഷൻ നടക്കുന്നത്. ആ എണ്ണ ഇപ്പോൾ നമ്മൾ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ പോലും അതിൻ്റെ ഒറിജിനൽ വാല്യൂ ആയിട്ടുള്ള നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടൂല. അപ്പോൾ അത് ഒരു ഇങ്ങനെ ചെയ്യുന്നവർക്കൊരു ധൈര്യമാണ്. അല്ലെങ്കിൽ അവർ പല ബ്രാൻഡിലായിട്ട് വ്യാജ വെളിച്ചെണ്ണകൾ ധാരാളം മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് വീക്കിൽ ഒരു പേപ്പറിൽ ഞാൻ കണ്ടിരുന്നു 42ഓളം ബ്രാൻഡുകൾ സർക്കാർ നിരോധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഉണ്ടായിട്ടാണല്ലോ. അപ്പോൾ ഇതിൻ്റെ 2 പ്രത്യാഘാതങ്ങളെന്ന് പറയും. നമുക്ക് ഓണക്കാലഘട്ടമാണ്, സീസണാണ് വരാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും വെളിച്ചെണ്ണയുടെ ആവശ്യം ഉയരും. വെളിച്ചെണ്ണ വില 500-ലേക്ക് വരെ എത്താനുള്ളൊരു സാധ്യതയുണ്ട്. 2, നമ്മുടെ നാട്ടിൽ നിന്ന് കൊപ്ര കയറ്റുമതിയും തേങ്ങയുടെ കയറ്റുമതിയും വർദ്ധിക്കുന്നതോടുകൂടി നല്ല ഇനം കൊപ്രകൾ കിട്ടാതാവുന്നു. അതും ഈ വെളിച്ചെണ്ണ വില വർധനയെ സ്വാധീനിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ മോശം കൊപ്ര ഇറക്കി അത്തരത്തിലുള്ള ലോ ക്വാളിറ്റി വെളിച്ചെണ്ണകൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.